എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു വാഴയില അപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 250 കപ്പ് 1.25 കപ്പ് അരിപ്പൊടി ഇട്ടുണ്ട്. ഇതാണ് 250 കപ്പ്. 1.25 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കണത്. ഇത് തിളച്ച വെള്ളമാണ് കേട്ടോ. ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ആദ്യം തന്നെ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ കുറച്ച് അയവിനാണ് കേട്ടോ പൊടി മിക്സ് ചെയ്തേക്കണേ. അട ഉണ്ടാക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടല്ല, കുറച്ച് ഇതിപ്പോൾ ഒന്ന് തേങ്ങ വിളയിക്കുമ്പോഴത്തേക്കും ഒന്നും കൂടി കട്ടിയാവും. വറുത്ത പൊടിയായതുകൊണ്ട് പത്തിരിപ്പൊടിയാണ്, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കണ പൊടിയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. വാഴയില അപ്പം ഉണ്ടാക്കാനായിട്ട് തേങ്ങ വിളയിക്കാനായിട്ടൊരു കടായി വെച്ചിട്ടുണ്ട്. ഒരു 5 അച്ചുണ്ട ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്തേക്കണതാണ്. അത് ഞാൻ കടായിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ശർക്കര നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇത്രയും തേങ്ങ ഇട്ട് കൊടുക്കണം. അളവൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ അവരവരുടെ ആവശ്യം പോലെ ചെയ്യാം. ഞാനിപ്പോൾ കൂടുതൽ തേങ്ങ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. തേങ്ങയും ശർക്കരയും വിളയിക്കുന്നതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കണം. ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. വെള്ളം വറ്റാൻ കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. തേങ്ങ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വാഴയില സാധാരണ ചോറുണ്ണാണ് സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് വാഴയില വെച്ച് കൊടുക്കുകയാണ്. ഒരു തുള്ളി വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒന്ന് പരത്തി കൊടുക്കാം. ഈ ഒഴിച്ചു കൊടുക്കുന്ന മാവിലെ ഇതിൻ്റെ മീതയിലേക്ക് ഞാൻ ഈ തേങ്ങ ഇട്ട് കൊടുക്കാൻ കേട്ടോ. എല്ലായിടത്തും ആക്കി ഇട്ട് കൊടുക്കാം. നല്ലോണം നിരത്തി കൊടുക്കാം കേട്ടോ. തേങ്ങ എല്ലായിടത്തായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. പൊടി മാവ് ഞാൻ തേങ്ങ എല്ലാം മൂടാവുന്ന രീതിയിൽ നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതേക്ക് ഞാൻ ഒരു ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. ആവിവെള്ളം വീഴാതിരിക്കാനും നല്ലതാണ്. പിന്നെ ഇലയുടെ ടേസ്റ്റും അതിൻ്റെ ഡിസൈനൊക്കെ വന്നോളൂ. ഞാനൊരു അപ്പച്ചമ്പ് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീതേക്ക് ഒരു റിങ് വെച്ച് അതിനകത്ത് വെച്ചേക്കാം കേട്ടോ. ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. വാഴയില അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടുണ്ട് ഞാൻ നമ്മളൊരു ഇതുകൊണ്ട് കുത്തി നോക്കി കഴിഞ്ഞാൽ പറ്റി പിടിക്കാനുണ്ടെങ്കിൽ എന്നിട്ടുണ്ട് കണ്ടോ. ഇത് എന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യണം. ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി ഇല വെച്ചതിൻ്റെ ഷേപ്പുകൾ അഥവാ ഇലയുടെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ചൂടാറിയിട്ടില്ല, എന്നാലും ഞാൻ ഒന്ന് മുറിക്കാം. ഉണ്ടോ? ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്ത് നോക്കാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ. പിന്നെ ഞാൻ ഇടുന്ന ഒത്തിരി ഷോർട്സുകളും പേപ്പർ വർക്കുകൾ ഉണ്ടോ, ഫ്ലവറുകളും വെജിറ്റബിൾ ഡെക്കറേഷൻ, ഫ്രൂട്ട്സ് ഡെക്കറേഷനൊക്കെ ഒരുപാട് ഷോർട്സുകൾ ഇട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.